അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണീ. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ. താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ്ദേവി ഭാഗവതം തൃതീയ സ്കന്ധം 1-ാമത്തെ അധ്യായം 39-ാമത്തെ ശ്ലോകം മുതൽ 50 കൂടിയുള്ള ശ്ലോകങ്ങൾ ഇപ്പോൾ പാരായണം ചെയ്ത് അമ്മയുടെ ചരണകമലങ്ങളിൽ സമർപ്പിക്കുന്നു. സഹസ്രശീർഷാ പുരുഷ സഹസ്രനയനസ്തഥാ സഹസ്രകരകർണശ്ച സഹസ്രാസ്യ സഹസ്രപാദ്. വിഷ്ണോ പാദമധാകാശം പരമം സമുദാഹൃതം. വിരാജം വിരജം ശാന്തം പ്രവദന്തി മനീഷിണ. പുരുഷോത്തമം തഥാ ചാന്യേ പ്രവദന്തി പുരാവിദ. നൈകോപീതി വദന്ത്യന്യേ പ്രഭുരീശ കദാചന. അന്യീശ്വരമിദം സർവം ബ്രഹ്മാണ്ഡമിതി കേചന. ന കദാപീശജന്യം യജ്ജഗദേതത ചിന്തിതം. സദൈവേദമനീശം ച സ്വഭാവോദ്ധം സദേദൃശം. അകർത്താസൗ പുമാൻ പ്രോക്ത പ്രകൃതിസ്തു തഥാ ച സാ. ഏവം വദന്തി സാംഖ്യാശ്ച മുനയഃ കപിലാദയാ. ഏതേ സന്ദേഹസന്തോഹാ പ്രഭവന്തി തഥാ പരേ. വികൽപ്പോപഹതം ചേത കിം കരോമി മുനീശ്വര. ധർമാധർമ്മവിവക്ഷായാം ന മനോ മേ സ്ഥിരം ഭവേൽ. കോ ധർമ്മ
കീദൃശോ ധർമ്മഛിന്നം നൈവോപലഭ്യത്തെ ദേവാ സത്വഗുണോത്പന്നാ സത്യധർമ്മവ്യവസ്ഥിതാ പീഡ്യന്തേ ദാനവൈ പാപൈ കുത്ര ധർമ്മവ്യവസ്ഥിതി ധർമ്മസ്ഥിതാ സദാചാരാ പാണ്ഡവാ മമ വംശജാ ദുഃഖം ബഹുവിധം പ്രാപ്താസ്തത്ര ധർമ്മസ്യ കാ സ്ഥിതി അതോ മേ ഹൃദയം താത വേപതേതീവ സംശയേ കുരു മേ സംശയം ചേത സമർത്ഥോസി മഹാമുനെ ത്രാഹി സംസാരവാർദ്ധേസ്ത്വം ജ്ഞാനപോതേന മാം മുനെ മജ്ജന്തം ചോത്പദന്തം ച മഗ്നം മോഹജലാവിലേ. ശ്രീജഗദംബികായൈ നമഃ. ഇതി ശ്രീമദ്ദേവി ഭാഗവതേ തൃതീയസ്കന്ധേ പ്രഥമോധ്യായ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ്ദേവി ഭാഗവതം മൂന്നാമത്തെ സ്കന്ധത്തിൽ ഒന്നാമത്തെ അധ്യായത്തിൽ 39 ശ്ലോകം മുതൽ 50 കൂടിയുള്ള ശ്ലോകങ്ങളുടെ മലയാള പരിഭാഷ ഭാഷാഗാനമായി വഞ്ചിപ്പാട്ടിൻ്റെ ഇണത്തിൽ നതോന്നതാവൃത്തത്തിൽ പാടി അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ആയിരം തലയും പിന്നെ 1000 നയനങ്ങളും, 1000 കൈകളും പിന്നെ 1000 ചെവി, 1000 മുഖവും പിന്നെ 1000 കാലുകളുമായി അത്ഭുതമം പരമമം പുരുഷനായ വിഷ്ണുവിൻ്റെ പാദം ആകാശമാണെന്നു വേദോക്തി, രജസറ്റ വിരാടാണു കാരണമെന്നും പുരാണ തത്വജ്ഞരോ പുരുഷോത്തമനാണെന്നതും പ്രഭുവായ ഒരീശ്വരൻ ഇല്ലെന്നും ചില. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ബ്രഹ്മാണ്ടത്തിനാകെ ഒരു ഈശ്വരനില്ല എന്നതും ഒരു ഈശ്വരനിൽ നിന്നുമുണ്ടായതല്ല. ഇതിൻ്റെ ഉൽപ്പത്തി ചിന്തയ്ക്കതീതമാണെന്നും ചിലർ പറയുന്നു, പലവിധം വ്യാഖ്യാനിക്കുന്നു. സത്തു തന്നെ പ്രപഞ്ചവും ഇതിനൊരു ഈശനില്ല. സത്തിൽ നിന്നും സ്വാഭാവികമായി സൃഷ്ടിയും പുരുഷൻ എന്നു പറയുന്നവൻ കർത്താവല്ല തന്നെ. പ്രകൃതിക്കും കർത്തൃത്വത്തെ പറയാനാകാം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ഇത്തരത്തിൽ സാഖ്യന്മാരാം കപിലാദികൾ ചൊല്ലുന്നു. ഇതുപോലെ നിരവധി സംശയമുണ്ട്. മമ മനം ഈ വിധത്തിൽ സംശയങ്ങൾ തിങ്ങി നിൽപ്പു.
ധർമാധർമ്മ ചിന്തയിൽ മനസ്സു ചഞ്ചലം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ധർമ്മമെന്ത് അധർമ്മവും അവയുടെ ലക്ഷണവും സത്വഗുണപ്രധാനികൾ ദേവന്മാർ തന്നെ. ദുഷ്ടന്മാരം അസൂരരോ ധർമ്മിഷ്ഠര പാണ്ഡവർക്കു ദുഃഖത്തെ നൽകുന്നു ധർമ്മമെവിടെ പോയി. അവരെന്ത് ഇത്രയേറെ ദുഃഖങ്ങൾ അനുഭവിച്ചു, അവിടെ ധർമ്മത്തിനെന്തു സ്ഥാനം പറയൂ. സംശയത്താൽ മമ ഹൃത്തം ചഞ്ചലമായിരിക്കുന്നു, സംശയത്തെ ഇല്ലാതാക്കാൻ സമർത്ഥൻ ഭവാ. സംസാര സമുദ്രത്തിലായി മുങ്ങിപ്പൊങ്ങിയിടുന്നോരെന്നെ ജ്ഞാനനൗക തന്നിലേറ്റി രക്ഷിച്ചിടണേ. സംസാര സമുദ്രത്തിലായി മുങ്ങിപ്പൊങ്ങിയിടുന്നോരെന്നെ ജ്ഞാനനൗക തന്നിലേറ്റി രക്ഷിച്ചിടണേ. ജ്ഞാനനൗക തന്നിലേറ്റി രക്ഷിച്ചിടണേ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, വാണി ശരണം, കാളി ശരണം, ഭദ്രകാളി ശരണം, ഭദ്രകാളി ശരണം. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുക എൻ്റെ നാവിലനിശം, വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു ജ്ഞാനാംബികേ, വീഴുന്നു ജ്ഞാനംബികേ. ശ്രീമദ് ദേവി ഭാഗവതം അമ്മയെ അറിയാനെന്ന ജ്ഞാനയജ്ഞം ആരംഭിച്ചിട്ട് ഇന്ന് 167 ദിവസം. ഇന്ന് തൃതീയ സ്കന്ധത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 39-ാമത്തെ ശ്ലോകം മുതൽ 50 കൂടിയുള്ള ശ്ലോകങ്ങൾ, അതോടുകൂടി 1-ാമത്തെ അധ്യായം പൂർത്തിയാവും. ആ രംഗങ്ങളെയാണ് നമ്മൾ പാരായണം ചെയ്തും ഭാഷാഗാനമായി പാടിയും ഒക്കെ സമർപ്പിച്ചത്. ഇവിടെ ആരിൽ നിന്നാണ് ഈ ലോകമുണ്ടായത് എന്ന ചോദ്യത്തിന് മറുപടിയായിട്ട് അവിടെ ആ പല രൂപങ്ങളെക്കുറിച്ചും പറഞ്ഞു. വൈഷ്ണവി, ശാങ്കരി, ബ്രാഹ്മി, വാസവി, വാരുണി, വാരാഹി, ഇങ്ങനെയുള്ള മഹാലക്ഷ്മി, ഇങ്ങനെ പറഞ്ഞിട്ട് പറയുകയാണ്. സഹസ്രശീർഷ പുരുഷ സഹസ്ര നയനസ്തഥ സഹസ്രകരകർണശ്ച സഹസ്രാസ്യ സഹസ്രപാദ്. 1000 തലയും 1000 കണ്ണും 1000 കൈയും 1000 ചെവിയും 1000 മുഖവും 1000 കാലുമുള്ള പരമപുരുഷനായ ആ ഭഗവാൻ. അപ്പം ഇവിടെ 1000 എന്ന്, സഹസ്രം എന്നുള്ളതിന് 1000 എന്നുണ്ട്,
മറ്റൊരർത്ഥം വ്യാഖ്യാതാക്കൾ പറയാറുള്ളത് അനേകം എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ടാണ് 1000 തല. അപ്പോൾ 1000 കണ്ണ് പറയുമ്പോൾ 2000 കണ്ണാണ് സാധാരണ രീതിയിൽ നമ്മുടെ ഒരു സങ്കല്പത്തിൽ, അല്ലേ? അപ്പം അങ്ങനെയുള്ള വിഷ്ണു പാദമഥാകാശം പരമം സമുദാഹൃതം, അങ്ങനെ ആ പരമപുരുഷനായ വിഷ്ണുവിൻ്റെ പരമമായ പാദം ആകാശമാണ് എന്ന് വേദത്തിൽ പറയുന്നു. വിരാജം വിരജം ശാന്തം പ്രവദന്തി മനീഷിണ. രജസറ്റ, ആ രജോ ഗുണമില്ലാത്ത ആ വിരാട്ട്, വിരാജം വിരജം ശാന്തം ആണ്, ആ വിരാട്ടാണ് കാരണമെന്ന് ചില മനീഷികൾ, ബുദ്ധിമാന്മാര് പറയുന്നു. പിന്നെയോ പുരുഷോത്തമം തഥാചാന്യേ പ്രവദന്തി പുരാവിധ നൈകോപീതി വദന്ത്യന്യേ പ്രഭുരീശ കഥാചന. മറ്റു ചില പുരാണ തത്വവാദികൾ അവർ പറയും പുരുഷോത്തമനാണ് ജഗത് കാരണം എന്ന് പറയുന്നു. ഇപ്പൊ പ്രഭുവായ ഒരു ഈശ്വരൻ എന്നൊരാൾ ഒരിക്കലും ഉണ്ടാവില്ല എന്ന് മറ്റു ചിലർ പറയുന്നു. ഒരാളെ കൊണ്ട് ഇതൊന്നും സാധിക്കില്ല എന്ന് മറ്റു ചില ആളുകൾ വാദിക്കുന്നു. അനീശ്വരമിതം സർവം ബ്രഹ്മാണ്ടമിതി കേചന. മറ്റു ചില ആളുകൾ എന്താ പറയണത്? അനീശ്വരമിതം, ഈ ബ്രഹ്മാണ്ടത്തിൽ ഒരു ഈശ്വരൻ ഇല്ലേ ഇല്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. ഒരു ഈശ്വരനിൽ നിന്നുണ്ടായതല്ല. ന കഥാപീശജന്യം യജ്ജഗതേതത് അചിന്തിതം. ഇതിൻ്റെ ഉൽപ്പത്തി ചിന്തയ്ക്ക് അപ്പുറത്താണ്, ഒരു ഈശ്വരനെ കൊണ്ട് സാധിക്കുന്നതല്ല ഇതൊന്നും എന്ന് മറ്റു ചില ആളുകൾ അവരുടെ അഭിപ്രായമായിട്ട് പറയുന്നു. ഇങ്ങനെ പല പല അഭിപ്രായങ്ങൾ പലർക്കും ഉണ്ട് എന്ന് അവിടെ സൂചിപ്പിക്കുന്നു. അപ്പോൾ തേജോമയനായ പുരുഷൻ കാരണമെന്ന് വേദോപനിഷത്തുകൾ പറയുമ്പോൾ, ആ വിഷ്ണുവിൻ്റെ പരമമായ പാദമാണ് ആകാശമെന്ന് വേദത്തിൽ പറയുമ്പോൾ, പുരുഷോത്തമനാണ് ജഗൽക്കാരണമെന്ന് ചിലർ പറയുമ്പോൾ, ഒരു ഈശ്വരനെ കൊണ്ട് ഇത് സാധിക്കില്ല, അനേകം ഈശ്വരന്മാരുണ്ടാവും എന്ന് പറയുന്നു. ഈശ്വരൻ തന്നെയില്ല എന്ന് പറയുന്നു. നമ്മുടെ ചിന്തകൾക്ക് അതീതമാണ് ഈ സൃഷ്ടി എന്നുള്ളത് മറ്റു ചിലരും പറയുന്നു. സദൈവേദമനീശം ച സ്വഭാവോദ്ധം സദേദൃശം അകർത്താസൗ പുമാൻ പ്രോക്ത പ്രകൃതിസ്തു തഥാ ച സ. സത്ത് തന്നെയാണ്, ആ സദ്ഭാവം തന്നെയാണ് പ്രപഞ്ചമെന്നും അതിനൊരു ഈശ്വരനില്ല എന്നും ആ സത്തിൽ നിന്ന് സ്വാഭാവികമായി ഉണ്ടായി വന്നതാണ് ഈ ലോകം മുഴുവനെന്നും, പുരുഷൻ എന്ന് നാം ആരെ പറയുന്നോ അത് കർത്താവല്ലെന്നും പ്രകൃതിക്ക് കർത്തൃത്വം ഇല്ല എന്നും മറ്റു ചിലർ വാദിക്കുന്നു. ഇങ്ങനെ ഏവം വദന്തി സാഖ്യാശ്ച മുനയ കപിലാദയ ഏതേ സന്ദേഹ സന്തോഹ പ്രഭവന്തി തഥാപരേ. ഇങ്ങനെ സാഖ്യ ദർശനം, സാഖ്യന്മാരായിട്ടുള്ള കപിലാദി മുനീശ്വരന്മാര്, മുനയ കപിലാദയ, ഇത്തരത്തിലുള്ള മറ്റ് അനേകം സംശയങ്ങൾ എനിക്കുണ്ട്. പലരും പലതായിട്ട് പറയുന്നു. അപ്പൊ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് തിരിച്ചറിയാൻ സാധിക്കണില്ല. വികൽപ്പോപഹതം ചേതാ കിം കരോമി മുനീശ്വര ധർമാധർമ്മ വിവക്ഷായാം ന മനോ മേ സ്ഥിരം ഭവേൽ. ഹേ മുനീശ്വര, എൻ്റെ മനസ്സ് ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ നിറഞ്ഞതാണ്. ഞാൻ എന്താ ചെയ്യേണ്ടത്? ധർമാധർമ്മ ചിന്തയിൽ എൻ്റെ മനസ്സ് വല്ലാതെ ചഞ്ചലമായി നിൽക്കുന്നു. മനസ്സിനെ അചഞ്ചലമാക്കി നിർത്താൻ, അനക്കമില്ലാതെ നിർത്താൻ എനിക്ക് സാധിക്കണില്ല. കോ ധർമ്മ കീദൃശോധർമ്മ ഛിന്നം നൈവോപലഭ്യത്തെ ദേവ സത്വഗുണോൽപ്പന്നാഹ സത്യധർമ്മ വ്യവസ്ഥിത. ധർമ്മമെന്ത്, അധർമ്മമെന്ത്, അതിൻ്റെ ലക്ഷണമെന്ത്, ഇതൊന്നും എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ സത്വഗുണത്തിൽ നിന്നുണ്ടായവരാണ് ദേവന്മാർ. അവർ സത്യധർമ്മനിഷ്ഠരാണ്, അല്ലേ? സത്വഗുണം ആണ് ദേവന്മാരെന്ന് പറഞ്ഞാൽ, രജോ ഗുണം അസുരന്മാരും തമോ ഗുണം രാക്ഷസന്മാരുമാണെന്നാണ്. ഇപ്പൊ ധർമ്മമെന്ത്, അധർമ്മമെന്ത്, അതിൻ്റെ ലക്ഷണമെന്ത്, ഇതൊന്നും എനിക്ക് അറിയാൻ സാധിച്ചിട്ടില്ല. എന്ന് മാത്രമല്ല, സത്വഗുണത്തിൽ നിന്നുണ്ടായവരാണ് ദേവന്മാര്, അവർ സത്യധർമ്മനിഷ്ഠരാണ്. പക്ഷേ ദുഷ്ടന്മാരായ അസുരന്മാരോ, അവര് ഈ പാണ്ഡവന്മാരെ, ധർമ്മിഷ്ഠരായിട്ടുള്ള ആളുകളെ ഉപദ്രവിക്കുന്നു, പീഡിപ്പിക്കുന്നു. പീഡ്യന്തേ ദാനവൈ പാപൈ
കുത്ര ധർമ്മവ്യവസ്ഥിതി. അപ്പം എവിടെയാണ് ഈ ധർമ്മവ്യവസ്ഥ എന്നുള്ളത്? ധർമ്മസ്ഥിത സദാചാര പാണ്ഡവ മമ വംശജ, എൻ്റെ വംശത്തിൽപ്പെട്ട മമ വംശജ പാണ്ഡവാഹ, അവരെങ്ങനെയുള്ള ആളുകളാണ്? ധർമ്മസ്ഥിതാഹ സദാചാരാഹ, ധർമ്മനിഷ്ഠരാണ്, സദാചാര തൽപരരാണ്. എന്നിട്ടും ദുഃഖം ബഹുവിധം പ്രാപ്താസ്തത്ര ധർമ്മസ്യ കാ സ്ഥിതി. അവർ അങ്ങനെ അനേകം ദുഃഖങ്ങൾ അനുഭവിച്ചു. അവിടെ ധർമ്മത്തിന് സ്ഥാനം എവിടെയാണ്? അതുകൊണ്ട് എൻ്റെ ഹൃദയം, അതോമേ ഹൃദയം താത വേപതേതീവ സംശയം, ആ സംശയം കൊണ്ട് എൻ്റെ മനസ്സ് വല്ലാതെ ചഞ്ചലമായിരിക്കണു. എൻ്റെ മനസ്സിന് ഒരു സ്വസ്ഥത കിട്ടണില്ല. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ? കാരണം അവർ ഒരുപാട് ധർമ്മത്തിനു വേണ്ടി ജീവിച്ച ആളുകൾക്ക് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വന്നത്? അപ്പൊ ധർമ്മം എവിടെ പോയി? ധർമ്മോ രക്ഷതി രക്ഷിത എന്നാണ്. അപ്പൊ ധർമ്മത്തെ രക്ഷിക്കുന്നവരെ ധർമ്മം രക്ഷിക്കുമെന്നിരിക്കെ എന്തുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ ദുഃഖം അനുഭവിക്കേണ്ടി വന്നത്? കുരുമേ സംശയം ചേത സമർത്ഥോസി മഹാമുനെ ത്രാഹി സംസാരവാർദ്ധേസ്ത്വം ജ്ഞാനപോതേന മാം മുനേ. ജ്ഞാനബോധം, ജ്ഞാനമാകുന്ന വഞ്ചി അല്ലേ? എൻ്റെ മനസ്സിലെ സംശയത്തെ ഇല്ലാതെയാക്കൂ. അതിന് അങ്ങ് സമർത്ഥനാണ്. സംസാര സമുദ്രത്തിൽ മോഹജലത്തിൽ അണ്ടുമുങ്ങുന്ന, ഇടയ്ക്ക് പൊങ്ങുന്ന എനിക്ക് ആ ജ്ഞാനനൗക, അതിലൂടെ എന്നെ രക്ഷിക്കണം. മജ്ജന്തം ചോത്പതന്തഞ്ചാമഗ്നം മോഹജലാവിലെ, ഈ മോഹസമുദ്രം, സംസാര സമുദ്രം, അതിലെ മോഹജലത്തിൽ ഞാനിങ്ങനെ മുങ്ങുകയും പൊങ്ങുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ജ്ഞാനത്തെ നൽകൂ, എനിക്ക് ജ്ഞാനമാകുന്ന തോണിയിൽ ഒരു സ്ഥാനം നൽകി എന്നെ ഈ സമുദ്രത്തിൽ നിന്ന് അങ്ങ് കരകയറ്റണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അതോടുകൂടിയാണ് ദേവീഭാഗവതം തൃതീയ സ്കന്ധത്തിലെ 1-ാമത്തെ അധ്യായം അവിടെ സമർപ്പിക്കപ്പെടുന്നത്. ഇനി 2-ാമത്തെ അധ്യായമാണ് ബ്രഹ്മാദികളുടെ യാത്രയെക്കുറിച്ചാണ് അടുത്ത അധ്യായത്തിൽ പറയുക. അത് നമുക്ക് നാളെ അനുസ്മരിക്കാൻ അമ്മ അനുവാദം തരട്ടെ, അനുഗ്രഹം തരട്ടെ. സർവത്ര ദേവീനാമ സങ്കീർത്തനം ശ്രീ ജഗദംബികായൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല. ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം. സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു. ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ
അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ, കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ, കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ, ദേവി ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു, അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാ, കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാ, കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു, ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി, ജയ ജഗദീശ്വരിയേ, ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ, ജയ ജഗദീശ്വരിയേ അമ്മേ, ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാ. സർവേ ഭദ്രാണി പശ്യന്തു. മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ. തമസോ മാ ജ്യോതിർഗമയ. മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യസമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.